ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയൂണിന് മത്തൻ പുളിങ്കറിയും ചീരത്തോരനുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. മത്തൻ പുളിങ്കറി ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. പുളിത വെള്ളത്തിലിട്ടിട്ടുണ്ട്, മത്തൻ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ആ പിഴിഞ്ഞ് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഞാനൊരു 2 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മത്തൻ വേവിക്കാനായിട്ട് വെച്ചു. ഇത് പ്രഷർ ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. വൃത്തി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് ആയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചീരയും ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് അടച്ചങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഈ ചീരയ്ക്ക് കുറച്ച് വേവ് അധികമാണ്. വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുത്താൽ മതി. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ്സ് ഉള്ള ചീരയാണ് ഈ പ്രഷർ ചീര. അപ്പോൾ അത് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മത്തൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂട്ടാനുണ്ടാക്കി തുടങ്ങാം. എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു, ചുവന്ന മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് വഴന്ന ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് കൊറിയാൻഡർ പൗഡർ, പിന്നെ കുറച്ച് ടേമറിക് പൗഡർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ. ഇനി കുറച്ച് കായപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മത്തൻ പുളിങ്കറിയാണ്, നമ്മൾ നാളികേരം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റായിട്ടും ചോറിന് കഴിക്കാൻ നല്ലൊരു കറിയുമാണ്. ഇനിയിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തൻ നമ്മൾ പുളിയിലാണ് വേവിച്ചിരിക്കുന്നത്, ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ബോയിലാവട്ടെ. ഇതിൻ്റെ കൂടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ നമ്മുടെ ശർക്കര പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ മത്തൻ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചീര ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തും കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മത്തൻ കറി, ചീരത്തോരൻ, പിന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചയൂണിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.